നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിലത്തുള്ള ഈ ടേബിളിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കത് ഈ ഒരു ടേബിൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്? ഏത് സബ്സ്റ്റൻസ് ആണ് നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് വിനെഗർ എന്ന് പറയുന്ന ഒരു ആസിഡാണ്. അത് നിങ്ങൾക്ക് എല്ലാം ഉറപ്പാണല്ലോ. ഈ വിനെഗറിന് ഫിനോഫ്തലിന് ഫിനോഫ്തലിന് കളർ ചേഞ്ച് ഇല്ല. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ, വിനെഗറിൽ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അവിടെ കിട്ടുന്നത് ലൈറ്റ് പിങ്ക് കളറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിനോഫ്തലിനാണോ മീഥൈൽ ഓറഞ്ചാണോ നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മീഥൈൽ ഓറഞ്ചാണ് അല്ലേ. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണ് നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? മീഥൈൽ ഓറഞ്ച്. ആസിഡിലെ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ എന്തായിരുന്നു? ലൈറ്റ് പിങ്ക് കളർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസ്? ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ഇവിടെ നോക്കിയോ, ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് സോപ്പ് വാട്ടർ അല്ലെങ്കിൽ ക്ലിയർ ലൈം വാട്ടർ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം. ഇത് രണ്ടും നമ്മുടെ ബേസാണ്. അപ്പോൾ ബേസ് സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ, അതായത് ഒത്തിരി സോപ്പ് വാട്ടർ നമ്മൾ എടുക്കുകയാണ്, സോപ്പ് വെള്ളം എടുക്കുകയാണ്, അതിനകത്ത് കുറച്ച് ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്താണ്? പിങ്ക്. എന്ത് കളറാണ് കിട്ടുന്നത്? പിങ്ക്. എന്നാൽ അതിൽ കുറച്ച് മീഥൈൽ ഓറഞ്ച് നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്താണ്? ലൈറ്റ് യെല്ലോ കളർ. അപ്പോൾ ഫിനോഫ്തലിന് ഒഴിക്കുമ്പോൾ പിങ്ക് കളറും മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ലൈറ്റ് യെല്ലോ കളറുമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഫിനോഫ്തലിനും ഉപയോഗിക്കാം, മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാം. ബേസ് സബ്സ്റ്റൻസ് ആണെങ്കിൽ, അതായത് ബേസിക് സ്വഭാവമുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ അവിടെ നമ്മൾ ഫിനോഫ്തലിന് ഒഴിക്കുമ്പോൾ പിങ്ക് കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ബേസ് ആണ്. ഇനി സോപ്പ് വാട്ടർ നമ്മൾ എടുത്തു, അതിൻ്റെ അകത്ത് കുറച്ച് മീഥൈൽ ഓറഞ്ച് ഒഴിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന കളറ് ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ബേസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. മനസ്സിലായല്ലോ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത് നോക്കിയോളൂ. യു ഹാവ് നൗ റിയലൈസ്ഡ് ദാറ്റ് ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ് ആൻഡ് ബേസസ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ആസിഡ് ആണെങ്കിൽ, ആസിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ, ആസിഡിക് സ്വഭാവമുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കുന്നു. ആൻഡ് ബേസിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളർ ആക്കുന്നു. ഡു ദേ ഹാവ് എനി അതർ കോമൺ പ്രോപ്പർട്ടീസ്? ഇവയ്ക്ക് വേറെ എന്തെങ്കിലും പൊതുവായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബാക്കി ഏതാണ് ആ പൊതുവായിട്ടുള്ള സ്വഭാവം നമുക്കിനി നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു വിനെഗർ, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക് ആൻഡ് ടാമറിൻ ടേസ്റ്റ്? ഈ വിനെഗറിൻ്റെയും ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടാമറിൻ്റെ ഇതിനൊക്കെ എന്ത് ടേസ്റ്റാണുള്ളത്? അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു പുളി രുചിയാണ് അല്ലേ ഉള്ളത്. അവരൊക്കെ എന്താണ്? പുളി രുചി അല്ലെങ്കിൽ സോർ ടേസ്റ്റ്. ഹാവ് യു എവർ ഹാപ്പൻ ടു ടേസ്റ്റ് സോപ്പ് വൈൽ ടേക്കിംഗ് ബാത്ത്? നമ്മൾ കുളിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ വായിൽ സോപ്പിൻ്റെ വെള്ളമോ സോപ്പ് പതേ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഹൗ ഡസ് ഇറ്റ്? ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണ്? സോപ്പ് ആൻഡ് ബേക്കിംഗ് സോഡ ടേസ്റ്റ് ദ സെയിം. സോപ്പിൻ്റെയും ബേക്കിംഗ് സോഡയും ടേസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ദേ ഹാവ് ആൻ ആൽക്കലൈൻ ടേസ്റ്റ്. അവരുടെ ടേസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ആൽക്കലൈൻ ടേസ്റ്റ് അല്ലെങ്കിൽ കാരരുചി. എന്താണ്? ആൽക്കലൈൻ ടേസ്റ്റ്. അപ്പോൾ ബേസ് ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആൽക്കലൈൻ ടേസ്റ്റും, ആസിഡിക് ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് സോർ ടേസ്റ്റുമാണ്. സോപ്പ് ഈസ് ബേസിക് ഇൻ നേച്ചർ. സോപ്പിന് എന്ത് സ്വഭാവമാണുള്ളത്? ബേസിക് സ്വഭാവമാണ് ഉള്ളത്. അതാണ് ദാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. എല്ലാ ആസിഡിനും എന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റ്, അതായത് പുളി രുചി. ഓൾ ബേസസ് ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ്. എന്നാൽ എല്ലാ ബേസിനും എന്ത് ടേസ്റ്റാണ്? ആൽക്കലൈൻ ടേസ്റ്റ് അല്ലെങ്കിൽ കാരരുചിയാണ് ഉള്ളത്. ഇന്ന് ഇവിടെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. നോക്കിയോളൂ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ സാർവിക സൂചകം കേട്ടോ. എന്താണ്? സാർവിക സൂചകം. അപ്പോൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡിൻ്റെയും ബേസിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഇൻഡിക്കേറ്റേഴ്സ്. ഇത് പല സൂചകങ്ങളുടെയും ഒരു മിക്സ്ചറാണ്, മിശ്രിതമാണ്. When a few drops are added to acid or bases, it gives different colors according to their nature and concentration. ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതിനെ നമ്മളെടുത്ത് ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആസിഡ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ ഇറ്റ് ഗീവ്സ്, അത് എന്ത് നൽകുന്നു? ഇറ്റ് ഗീവ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് നൽകുന്നു അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ, അതിൻ്റെ നേച്ചർ അനുസരിച്ച്. അതായത് അസിഡിക് സ്വഭാവമാണെങ്കിലോ ബേസിക് സ്വഭാവമാണെങ്കിലോ, അസിഡിക് സ്വഭാവമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കളറായിരിക്കും, ബേസിക് സ്വഭാവമാണെങ്കിൽ അതിനനുസരിച്ചുള്ള കളറായിരിക്കും. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ കമ്പയറിംഗ് വിത്ത് ദ കളർ ചാർട്ട് ഓൺ ദ ബോട്ടിൽ. ആ ബോട്ടിൽ കണ്ടോ, ഇതിൽ തന്നെ ഒരു കളർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ചാർട്ട് നോക്കിയിട്ടാണ് ഇത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അസിഡിക് സ്വഭാവമാണെങ്കിൽ ഏത് കളറായിരിക്കും, ബേസിക് സ്വഭാവമാണെങ്കിൽ ഏത് കളറായിരിക്കും എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ആ കളർ ചാർട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് എവിടെ നോക്ക്. ഡിപ്പ് യുവർ ഫിംഗേഴ്സ് ഇൻ ഈച്ച് ലിക്വിഡ് ഇൻ ദ സയൻസ് കിറ്റ് ആൻഡ് റബ് ദ ഫിംഗേഴ്സ് ആസ് ഷോൺ ദ പിക്ചർ വിച്ച് ലിക്വിഡ് ഈസ് ഫീൽ സ്ലിപ്പറി. ലിസ്റ്റ് ദം. അപ്പോൾ നമ്മുടെ സയൻസ് കിറ്റിലുള്ള ഏതൊക്കെ സൊല്യൂഷൻസിൽ നമ്മുടെ വിരൽ ഡിപ്പ് ചെയ്യുമ്പോഴാണ് ഒരു സ്ലിപ്പറി നേച്ചർ ഉള്ളത് അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പുള്ളത്. ഒന്നാമത്തേത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? സോപ്പ് വാട്ടർ, സോപ്പ് വെള്ളം. പിന്നെ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, നമ്മുടെ അപ്പക്കാരത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത്, അതിലിങ്ങനെ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വഴുവഴുപ്പ് തോന്നും. പിന്നെ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ലൈം സൊല്യൂഷൻ ഉണ്ടല്ലോ, ചുണ്ണാമ്പ് വെള്ളം, അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു വഴുവഴുപ്പ് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ചാരം കലക്കിയ വെള്ളം ഉണ്ടല്ലോ, ക്ലിയർ ആഷ് സസ്പെൻഷൻ, അതാണ് ചാരം കലക്കിയ വെള്ളം. ഇതെല്ലാം നമ്മൾ തൊട്ടിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ, കൈ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് ഒരു വഴുവഴുപ്പ് തോന്നും. അപ്പോൾ ഇതാണ് ഈ 4 സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. വിച്ച് കോമൺ പ്രോപ്പർട്ടി ഓഫ് ബേസ് ഡിഡ് യു ഐഡൻറ്റിഫൈ ഹിയർ? ഇവിടെ നിങ്ങൾ ഈ ആൽക്കലിയുടെ അല്ലെങ്കിൽ ബേസിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ഒരു സ്ലിപ്പറി ആയിട്ടുള്ളത് അല്ലേ? സ്ലിപ്പറി ആയിരുന്നു ഇതെല്ലാം, അതാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തത്. യു ഹാവ് നൗ ഐഡൻറ്റിഫൈ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇപ്പോൾ നമുക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് ഇവിടെ താഴെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ട് അതിന് നമുക്ക് താഴെ ഈ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണത്? അപ്പം നമ്മൾ എന്തൊക്കെയാണ് ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് പഠിച്ചത്? ഒന്നാമത്തെ ഇവിടെ ആസിഡിൻ്റെ കോളത്തിൽ എന്താണ്? ഒന്ന് സോർ ടേസ്റ്റ്, എന്ത് രുചിയാണ്? പുളി രുചിയാണ് അല്ലേ, സോർ ടേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ബേസിന് എന്ത് ടേസ്റ്റാണ്? ആൽക്കലൈൻ ടേസ്റ്റ്, എന്താണ്? കാരരുചി അല്ലെങ്കിൽ ആൽക്കലൈൻ ടേസ്റ്റ്. ഇനി രണ്ടാമത്തത് ആസിഡിൻ്റെ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? റെഡ് ആക്കി മാറ്റുന്നു. ഇനി ബേസിലാണെങ്കിൽ ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ബേസ്. പിന്നെ അതിൻ്റെ വേറൊരു നേച്ചറാണ് സ്ലിപ്പറി, അതായത് വഴുവഴുപ്പുണ്ടായിരിക്കും. ഏതിന്? ബേസിന് വഴുവഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയുള്ളൂ, സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന സബ്സ്റ്റൻസസ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആസിഡ് എന്ന് പറയുന്നത്. യു ഹാവ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ഔട്ട് സം സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന കുറച്ച് സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിച്ച് among the following substances can turn blue litmus red? List them. ഇവിടെ താഴെ കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത് ഏതൊക്കെയാണ് അവയെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, ഓറഞ്ച് ജ്യൂസ് ഇവിടെ തന്നിട്ടുള്ളത്. ഓറഞ്ച് ജ്യൂസ് ഒന്നാമത്തത് ഓറഞ്ച് ജ്യൂസ്. നമുക്കത് അറിയാം, ആസിഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അവയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? അവ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റാണ് അല്ലേ, അതായത് ഒരു പുളി രുചിയാണ്. അപ്പോൾ നോക്ക്, ഓറഞ്ച് ജ്യൂസിന് എന്ത് ടേസ്റ്റാണ്? പുളി രുചി ഉണ്ടല്ലോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് എന്താണ്? ആസിഡ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരും. പിന്നെ റൈസ് സൂപ്പ് നമ്മുടെ കഞ്ഞിവെള്ളം, അതെന്താണ്? അതൊരിക്കലും ആസിഡ് അല്ല. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുളി രുചി അനുഭവപ്പെടാറില്ല. പിന്നെ ബ്ലാക്ക് ടീയും ആസിഡ് അല്ല, നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളി രുചിയില്ല. അടുത്ത ബിലിമ്പി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി ജ്യൂസ് നല്ല പുളിപ്പാണ്. അപ്പോൾ അതിലെന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഓക്കെ. പിന്നെ ഗ്രേപ്പ് മധുരമുണ്ട്, അതിനോടൊപ്പം ഒരു പുളിപ്പുമുണ്ട്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡിക് സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ആസിഡാണ്, അതിൻ്റെ അകത്ത് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ ജ്യൂസ്, അതും പുളിപ്പുണ്ട് അല്ലേ, ടൊമാറ്റോ ജ്യൂസിലും പുളിപ്പുണ്ട്. തക്കാളി നീര്, അപ്പോൾ അത് എന്താണ്? അതും ആസിഡിക് ആണ്. അടുത്ത കോക്കനട്ട് വാട്ടർ കഴിക്കുമ്പോൾ നമുക്ക് പുളിപ്പൊന്നും അനുഭവപ്പെടാറില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ആസിഡ് അല്ല. അപ്പോൾ ഇവിടെ താഴെ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ്സ് ദാറ്റ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്ന എന്തൊക്കെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ബോക്സിൽ എഴുതണം. അതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ എഴുതണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ ബോക്സിൽ ഏതൊക്കെ എഴുതാം? അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ്: ഓറഞ്ച് ജ്യൂസ്, ബിലിംബി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്. ഇതൊക്കെയാണ് എന്താണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റും എന്ന് നമുക്ക് തോന്നുന്നത് അല്ലേ, അതായത് ആസിഡിക് നേച്ചറുള്ള സബ്സ്റ്റൻസസ്. ഇനി അതിൻ്റെ റീസൺ എന്താണ്? ദേ ഹാവ് സോർ ടേസ്റ്റ്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റാണ്. പിന്നെ ദേ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുകയും ഇത് ചെയ്യുന്നു. അടുത്ത നോക്കിയുള്ളൂ, ആസിഡ്സ് ഇൻ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിലുള്ള ആസിഡ്സ്. ഓൾ ഫുഡ് ഐറ്റംസ് വിത്ത് സോർ ടേസ്റ്റ് ഹാവ് ആസിഡ്സ് ഇൻ ദം. ഏതൊരു ഫുഡ് ഐറ്റം എടുത്താലും അതിന് പുളിരുചിയുണ്ടോ, അതിലെന്തുണ്ടാവും? ആസിഡ് ഉണ്ടാവും. മോസ്റ്റ് ഫ്രൂട്ട്സ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ആസിഡ്. മിക്കവാറും ഉള്ള ഫ്രൂട്ട്സിലൊക്കെ ഒന്നിൽ കൂടുതൽ ആസിഡ് കാണപ്പെടുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ആസിഡ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ്. നമുക്ക് ഫുഡ് ഐറ്റംസിലുള്ള കുറച്ച് ആസിഡ്സ് അത് നമുക്ക് ഒന്ന് നോക്കാം. അതിന് മുന്നേ ഇതാ നോക്ക്, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഫോർ ഫർദർ റീഡിങ് ബിഹൈൻഡ് ദ നെയിം. പേരിന് പിന്നിൽ എന്താണ്? ആസിഡസ്. ആസിഡസ് ഈസ് ദ ലാറ്റിൻ വേർഡ് ഫോർ സോർ ടേസ്റ്റ്. സോർ ടേസ്റ്റിൻ്റെ ലാറ്റിൻ വേർഡാണ് ആസിഡസ് എന്ന് പറയുന്നത്. അതായത് ലാറ്റിനിലുള്ള ഒരു വേർഡാണ് ആസിഡസ്. അതിൻ്റെ അർത്ഥം സോർ ടേസ്റ്റ് എന്നാണ്, അതായത് പുളിരുചി. ദ ടേം ആസിഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദിസ്. അപ്പോൾ ആസിഡസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആസിഡ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആസിഡസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്താണ്? സോർ ടേസ്റ്റ്, പുളിരുചി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഫുഡ് ഐറ്റംസ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഒന്നാമത്തെ ഫുഡ് ഐറ്റം ബട്ടർ മിൽക്ക്, നമ്മുടെ തൈര്, കേർഡ്. അപ്പോൾ തൈരിൽ ഏത് ആസിഡാണ് ഉള്ളത്? ലാക്റ്റിക് ആസിഡ്. ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കേർഡിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്താണ്? ലാക്റ്റിക് ആസിഡ്. അടുത്തത് വിനെഗർ. വിനെഗറിൽ ഏതാണ്? അസറ്റിക് ആസിഡ്. ലെമണിലുള്ളത് സിട്രിക് ആസിഡാണ്. ടാമറിറ്റ്, നമ്മുടെ പുളിയിലുള്ളത് ടാർട്ടാറിക് ആസിഡ്. ലെമൺ എന്താണ്? നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡ്. ടാമറിൻ്റെ എന്ന് പറഞ്ഞാൽ പുളിയിൽ അടങ്ങിയിട്ടുള്ളത് ടാർട്ടാറിക് ആസിഡ്. അത് ടീ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, ടാർട്ടാറിക് ആസിഡ്. അടുത്ത ആപ്പിളിൽ ഇറങ്ങിയിട്ടുള്ളത് മാലിക് ആസിഡ് ആണ് കേട്ടോ. എന്താണ്? മാലിക് ആസിഡ്. ഗൂസ്ബെറി എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കയിൽ ഇറങ്ങിയിട്ടുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ഏതാണ്? അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോ, നമ്മുടെ തക്കാളിയിലുള്ള ആസിഡിൻ്റെ പേര് ഓക്സാലിക് ആസിഡ്. ഇതൊരു 3-4 തവണ എഴുതി പഠിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് മനസ്സിൽ നിൽക്കത്തുള്ളൂ. ഇനി ആസിഡ് ഇൻ ഗൂസ്ബെറി. ഏതാണ് ഗൂസ്ബെറിയിലുള്ള ആസിഡ്? നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ഏതാണ്? അസ്കോർബിക് ആസിഡ് അല്ലേ. നോക്കിക്കോ, യു ഹാവ് ലേൺ ദാറ്റ് ഗൂസ്ബെറീസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻ സി. നമുക്കറിയാം ഗൂസ്ബെറിയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻ സി ഈസ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. ദ സോർ ടേസ്റ്റ് ഓഫ് ഗൂസ്ബെറി ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അസ്കോർബിക് ആസിഡ്. ഈ അസ്കോർബിക് ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഗൂസ്ബെറിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെന്ത് വന്നേക്കുന്നത്? ഒരു സോർ ടേസ്റ്റ്, ഒരു പുളിരുചി വന്നേക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ്. നമ്മുടെ ഗൂസ്ബെറിയിൽ, നെല്ലിക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള എന്താണ്? അസ്കോർബിക് ആസിഡാണ്. അടുത്ത നോക്കിയുള്ളൂ, വെൻ മിൽക്ക് കേർഡിൽസ്. അതായത് പാല് എന്താകുമ്പോൾ? തൈരാകുമ്പോൾ. കേർഡ് ഈസ് എ ഫുഡ് പ്രോഡക്റ്റ് മെയ്ഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ്, ആഹാര വസ്തുവാണ് കേർഡ്, തൈര് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സോർ ടേസ്റ്റ് ഓഫ് കേർഡ്? ഈ കേർഡിന് നമ്മൾ കഴിക്കുമ്പോൾ ഒരു സോർ ടേസ്റ്റ് ഇല്ലേ, ഒരു പുളിരുചിയുണ്ട്. അതിനുള്ള റീസൺ എന്താണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. യു നോ ദാറ്റ് സോർ ടേസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ആസിഡ്. നമുക്കറിയാം സോർ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ആസിഡ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഹൗ ഡസ് മിൽക്ക് ടേൺ ആസിഡിക് വെൻ ഇറ്റ് ബിക്കംസ് ഹാർഡർ? എങ്ങനെയാണ് മിൽക്ക് ആസിഡ് സ്വഭാവമുള്ളതാകുന്നത്? വെൻ ഇറ്റ് ഇത് കർഡാകുമ്പോൾ, അതായത് പാല് തൈരാകുമ്പോൾ, മിൽക്ക് കേർഡാകുമ്പോൾ അതിന് അസിഡിക് നേച്ചർ വരുന്നത് എന്തുകൊണ്ടാണ്? നോക്കിയോളൂ. ഡോണ്ട് വി ആഡ് എ ലിറ്റിൽ കേർഡ് ടു ദ മിൽക്ക് വിച്ച് ഈസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് ഇൻ ഓർഡർ ടു ടേൺ ഇറ്റ് ഇൻ ടു കേർഡ്. അതായത് നമ്മൾ മിൽക്കിനെ തിളപ്പിച്ച് ആറുമല്ലോ, മിൽക്കിനെ തിളപ്പിക്കും, എന്നിട്ട് അതിനെ കൂൾ ചെയ്യും, തണുപ്പിക്കും. അതാണ് പറഞ്ഞത് ബോയിൽഡ് ആൻഡ് കൂൾഡ്. തിളപ്പിക്കും, ബോയിൽഡ് എന്ന് വെച്ചാൽ തിളപ്പിക്കുക, അതിനുശേഷം കൂൾ ചെയ്യുക, തണുപ്പിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് കേർഡ് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കും അല്ലേ. അപ്പോൾ അതെന്തായി മാറും? തൈരായി മാറും. ആ പാലും കൂടെ തൈരായി മാറും. അതാണ് നമ്മൾ തൈരുണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. കേർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലസ്. ഈ കേർഡിൽ നമ്മൾ ഒഴിക്കുന്ന കുറച്ചധികം പാലെടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി തൈര് ഒഴിക്കും. അപ്പോഴാണ് അത് എന്നിട്ട് കുറച്ച് നേരം വച്ചേക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? തൈരായിട്ട് മാറുന്നത്. അപ്പോൾ അതെങ്ങനെ തൈരാകുന്നു എന്നതിൻ്റെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ഈ കേർഡിൽ
ഒരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ പേരാണ് ലാക്ടോബാസില്ലസ്. എന്താണ്? ലാക്ടോബാസില്ലസ്. അതാണ് തൈരിലുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക് ഗീസ് കേർഡ് ഇറ്റ്സ് സോട്ടേസ്റ്റ്. അതായത് ഈ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ മിൽക്കിൽ നിന്ന് നറിഷ് ആവുന്നു. അതായത് പാലുണ്ടല്ലോ, പാലിൽ നിന്ന് പോഷണമൊക്കെ സ്വീകരിച്ച് അത് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ലാക്റ്റിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ്, അപ്പോൾ ആ പാലിൽ എന്ത് പ്രൊഡ്യൂസ് ആവുന്നു? ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ ലാക്റ്റിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത്, പാലിന് പുളിരുചി ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തായി മാറി? തൈരായി മാറി. മനസ്സിലായല്ലോ? ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരു ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എപ്പോൾ? വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക്. മിൽക്കിൽ നിന്ന് പോഷണം, നറിഷ് എന്ന് വെച്ചാൽ പോഷണം. അപ്പോൾ പോഷണമൊക്കെ സ്വീകരിച്ച് ഇതെന്തായി മാറുന്നു? അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഗീവ്സ് കേർഡ് ഇറ്റ്സ് സോട്ടേസ്റ്റ്. ഇത് കർഡ് നൽകുന്നു. ഈ കർഡിന് എന്തായിരിക്കും? സോട്ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇതാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ, ലാക്ടോബാസിലസ് ബാക്ടീരിയ. അതായത് നമ്മുടെ കേർഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് ഈ ബാക്ടീരിയയെ കാണാൻ പറ്റും. ഇനി ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡും ബേസും ഒക്കെ. ആസിഡ്സ് ഇൻ ഫുഡ് ഐറ്റംസ് ആർ വീക്ക്. നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ ഉള്ള ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. അതായത് വീര്യം കുറഞ്ഞവയാണ്. വീക്ക് എന്ന് വെച്ചാൽ വീര്യം കുറഞ്ഞവയാണ്. ബട്ട് മെനി ആസിഡ്സ് ആൻഡ് ബേസസ് കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആർ സ്ട്രോങ്. പക്ഷേ നമ്മൾ ഈ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ വീര്യം കൂടിയവയാണ്. സ്ട്രോങ് ആസിഡ് എന്ന് വെച്ചാൽ വീര്യം കൂടിയവയാണ്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ആസിഡ്സ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ഇനി നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആസിഡിനെയും ബേസിനെയൊക്കെ പരിചയപ്പെടാം. ഒന്നാമത്തെ നോക്കിയോ, ആസിഡും ബേസും 2 കോളം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എല്ലാം ആസിഡാണെങ്കിലും ബേസ് ആണെങ്കിലും എവിടെ യൂസ് ചെയ്യുന്നതാണ്? ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നതാണ്. നോക്കിയോളൂ, ഒന്നാമതായിട്ട് നമുക്ക് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്, ഉള്ളതാണ്. എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഇതെല്ലാം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ആണ്. ഇനി ബേസസ് ഏതൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ലൈം, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ്. അപ്പോൾ ബേസ് ഏതൊക്കെയാണ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വേറൊരു പേരാണ് കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ വേറൊരു പേര് കാസ്റ്റിക് പൊട്ടാഷ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ ലൈം. ഈ ലൈം എന്ന് വെച്ചാൽ എന്തുവാണ്? ലൈം നമ്മുടെ ചുണ്ണാമ്പുണ്ടല്ലോ, അതാണ് കേട്ടോ പറയുന്നത്. ലൈമല്ല, നമ്മുടെ മറ്റേ നാരങ്ങ ലൈം അതല്ല കേട്ടോ, ഇത് ചുണ്ണാമ്പ്. അടുത്തതായി ഇവിടെ നീല കളർ ബോക്സ് ഇല്ലേ, അതിൻ്റെ അകത്ത് ഒരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ആനക്കയത്ത്, അതായത് ഒരു റബ്ബർ ടാപ്പിംഗ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ വെട്ടുന്ന ആ പണി ചെയ്തുകൊണ്ടിരുന്ന ടാപ്പ് ചെയ്യുന്ന ഒരു വർക്കറിന് കണ്ണിൽ ഇഞ്ചുറി പറ്റി. എന്ത് പറ്റിയതാ? അത് നമ്മുടെ റബ്ബർ ടാപ്പിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ആസിഡുണ്ട്, ഫോമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡിൻ്റെ ബോട്ടിൽ തുറന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആസിഡ് നമ്മളെ കണ്ണിൽ വീണു, അങ്ങനെ കണ്ണിന് ഇഞ്ചുറി പറ്റി എന്നുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹാവ് യു റീഡ് ദ അബവ് ന്യൂസ്? നിങ്ങൾ ഈ മുകളിലുള്ള ന്യൂസ് വായിച്ചല്ലോ അല്ലേ? മെനി കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ ഡേഞ്ചറസ്. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ്. ആൻഡ് വി ഹാവ് ടു യൂസ് ദം ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ പർപ്പസസ്. നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനും എക്സ്പെരിമെൻ്റൽ പർപ്പസിനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രിക്കോഷൻ ഷുഡ് വി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വയൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്? ഈ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? അതായത് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബുള്ളറ്റിട്ട് കൊടുത്തിട്ടുണ്ട് 1, 2, 3 എന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാഡ്സിൽ ഇത് ഇങ്ങനെ തെറിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ പാടില്ല. ഡോണ്ട് സ്മെൽ, അതിനെ സ്മെല്ല് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ മണത്ത് നോക്കാനൊന്നും പാടില്ല. ഡോണ്ട് ടേസ്റ്റ്, അതിനെടുത്ത് വെച്ചാൽ ഇതെന്ത് ടേസ്റ്റ്, സോ ടേസ്റ്റ് ഉണ്ടോ, ആസിഡ് സബ്സ്റ്റൻസ് ആണോ ഇത് എന്നറിയണമെന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചെടുത്ത് നാക്കിൽ വെച്ച് അങ്ങനെ നോക്കാൻ പാടില്ല. ഡോണ്ട് ടേസ്റ്റ്. പിന്നെ
യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം ബോട്ടിൽ. ഒരു ബോട്ടിലിൽ നിന്ന് നിറച്ച് ആസിഡ് ഇരിക്കുകയാണ്, അതിൻ്റെ അകത്തുനിന്ന് ആസിഡ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കരുത്, എടുത്തൊഴിക്കുകയെന്ന് ചെയ്യരുത്. എന്താ ഉപയോഗിക്കാനുള്ളത്? ഡ്രോപ്പർ ഉപയോഗിക്കണം. ഡ്രോപ്പർ ഉപയോഗിച്ച് വേണം നമ്മളത് എടുക്കാനുള്ളത്. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, ആ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ആസിഡ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. നമ്മൾ ഒരു ഹോൾഡർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗർ. ആ ഹോൾഡർ ഉപയോഗിച്ച് വേണം ടെസ്റ്റ് ട്യൂബ് എടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആസിഡ് കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പഠിക്കണം കേട്ടോ. ഇനി ഇഫ് ആസിഡ് സ്പിൽസ്, അതിന് മുന്നേ ഏതോ ആൻറ്റ് ബൈറ്റ്, ദർ ഈസ് ഫോമിക് ആസിഡ് ഇൻ ദ ബോഡി ഓഫ് ആൻറ്റ്സ്. ആൻറ്റിൻ്റെ, നമ്മുടെ ഉറുമ്പിൻ്റെ ബോഡിയിൽ എന്തുണ്ട്? ഫോമിക് ആസിഡ് ഉണ്ട്. വെൻ ആൻറ്റ്സ് ബൈറ്റ്, ഈ ആൻറ്റ് വന്ന് നമ്മളെ ബൈറ്റ് ചെയ്യുമ്പോൾ, കടിക്കുമ്പോൾ, ദിസ് ആസിഡ് എൻറ്റേഴ്സ് അവർ ബോഡി. ഈ ആസിഡ് നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുന്നു. ദിസ് റിയാക്ട്സ് വിത്ത് ഹ്യൂമൻ ബോഡി. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് വൈ ആൻഡ് ബൈറ്റ് കോസസ് പെയിൻ. അപ്പോൾ ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത്, വേദന ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ലേ? അപ്പോൾ അതിനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഉറുമ്പിൽ അല്ലെങ്കിൽ ആൻറ്റിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ദ ആസിഡ് പ്രസൻറ്റ് ഇൻ ആൻറ്റ്സ് ഏതാ? ഫോമിക് ആസിഡ്. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഫോമിക് ആസിഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ആൻറ്റ് നമ്മളെ കടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു വേദന അനുഭവപ്പെടുന്നത്, പെയിൻ അനുഭവപ്പെടുന്നത്. ഇഫ് ആസിഡ് സ്പിൽസ്, ഇനി ആസിഡ് ഇങ്ങനെ ദേഹത്ത് തെറിച്ച് വീണാൽ, സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ്. ഇങ്ങനെ ആസിഡ് തെറിച്ച് വീഴുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രോങ് ആസിഡ്സ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ വീഴുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ലിബറേറ്റ് ഹീറ്റ്, എന്നിട്ട് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഹീറ്റ് പുറത്തു വിടുന്നു, താപം പുറത്തു വിടുന്നു. ദേ ക്യാൻ കോസ് ബേൺസ്. ഇത് നമുക്ക് നമ്മളെ ദേഹത്ത് എന്ത് ചെയ്യുന്നു? ബേൺ ഉണ്ടാക്കുന്നു, അതായത് പൊള്ളലുണ്ടാക്കുന്നു. ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി, ഇത് നമ്മുടെ ദേഹത്ത് വീണാൽ ഉള്ള സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദേഹത്തോട്ട് ആസിഡ് സ്പില്ലായാൽ, അതായത് തെറിച്ച് വീണാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് വീഴുന്നത് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ലിബറേറ്റ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. ദേ ക്യാൻ കോസ്, അപ്പോൾ ഇങ്ങനെ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്ത് കുറച്ച് തീപ്പെട്ടി ഉരച്ച് വയ്ക്കുകയാണ്, എന്ത് സംഭവിക്കും? പൊള്ളും അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദേ ക്യാൻ കോസ് ബേൺ, അതെന്ത് ചെയ്യുന്നു? ബേൺ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പൊള്ളലുണ്ടാക്കുന്നു. ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി, നമ്മുടെ ബോഡിയിലോട്ട് വീണ് കഴിഞ്ഞാൽ. pouring cold water on the affected area for a long time is the first aid for this. ഇതിനുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് pouring cold water ഉണ്ടല്ലോ, തണുത്ത വെള്ളം ഇങ്ങനെ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക. എവിടെ ഉണ്ട്? അഫക്റ്റഡ് ഏരിയ. ഈ അഫക്റ്റ് ചെയ്ത ഏത് ഏരിയ ആണോ അവിടെ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഫോർ എ ലോങ് ടൈം, ഒരുപാട് സമയം ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആസിഡ് വീണാൽ ചെയ്യേണ്ട ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇഫ് ദ ബേൺ ഈസ് സിവിയർ, ഈ ബേൺ എന്ന് പറയുന്നത്, ഈ പൊള്ളൽ എന്ന് പറയുന്നത് സിവിയർ ആണെങ്കിൽ, ഭയങ്കര, അതായത് ഗുരുതരമാണെങ്കിൽ അല്ലേ, സിവിയർ എന്ന് വെച്ചാൽ ഗുരുതരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ. ആ പേഴ്സണെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ദെൻ എന്താണ്? സോ ഫാർ യു ഹാവ് ഡൺ എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് ആസിഡ്സ് ആൻഡ് ബേസസ് ഫൗണ്ട് ഇൻ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. നമ്മൾ ഇത്രയും നേരം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ഉപയോഗിച്ചായിരുന്നു. നൗ ലെറ്റ്സ് ഡു ദ എക്സ്പെരിമെൻറ്റ് ബൈ ഡൈലൂട്ടിങ് സം ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ദ ലബോറട്ടറി. ഇനി നമുക്ക് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡും ബേസും ഒക്കെ കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് വിച്ച് ആസിഡ്സ് ആൻഡ് ബേസസ് ക്യാൻ ബി ടേക്കൺ, അതായത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് ബേസും ഏത് ആസിഡും ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടു ബി ടേക്കൺ, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ഇതിലൊക്കെ എടുക്കുന്നത്, അതൊക്കെ താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബോക്സ് ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡും ബേസും ഒക്കെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ആസിഡ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്, സൾഫ്യൂറിക് ആസിഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൽ നിങ്ങൾ പറഞ്ഞ് ഏതൊക്കെയാണ് ആസിഡ് ഏതൊക്കെയാണ് ബേസ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണോ ബേസാണോ? ആസിഡാണ്. സൾഫ്യൂറിക് ആസിഡ് ആസിഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ബേസാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മറ്റൊരു പേരെന്താണ്? കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മറ്റൊരു പേര് കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് മീഥൈൽ ഓറഞ്ച്, ഫിനോൾഫ്തലീൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കൊടുത്തിട്ടുള്ള ടേബിളില്ലേ, ഇത് ഫില്ല് ചെയ്യണം. നമുക്കിതൊന്ന് ഫില്ല് ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന ആസിഡിലും ബേസിലും ഒക്കെ ഈ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യണം. ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒരു കളർ ചേഞ്ച് നടക്കുമല്ലോ.
ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കളർ ചേഞ്ച് ആണ് നടക്കുന്നത്, അതാണ് നമുക്ക് ഈ ബോക്സിൽ എഴുതി ഫില്ല് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലൈറ്റ് പിങ്ക് കളറാണ്. ലൈറ്റ് പിങ്ക് കളർ കാരണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡിക് സബ്സ്റ്റൻസ് ആണ്. ആസിഡിക് സബ്സ്റ്റൻസിൽ മീഥൈൽ ഓറഞ്ച് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. ഈ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കളർ എന്തായി മാറുന്നു? ലൈറ്റ് പിങ്ക് കളറായി മാറുന്നു. ഇനി ഫിനോഫ്തലിനാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നോ ചേഞ്ച് കളർ, അതെ അതിൻ്റെ കളറിന് ഒരു ചേഞ്ചും പറ്റുന്നില്ല. ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്താൽ അത് ഏതായി മാറും? ഡേഞ്ചർ ആസിഡ് ആണെങ്കിൽ ഡേഞ്ചർ ഏതാണ്? നമ്മുടെ റെഡ് കളറായി മാറുന്നു. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് കളറായി മാറുന്നു? അത് റെഡ് ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ നോക്കാം. സൾഫ്യൂരിക് ആസിഡിൽ നമ്മൾ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത് ലൈറ്റ് പിങ്ക് ആണ്. ഫിനോഫ്തലിന് ആഡ് ചെയ്യുമ്പോൾ നോ കളർ ചേഞ്ച്, ഒരു കളർ ചേഞ്ചും ഉണ്ടാവുന്നില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ റെഡ് തന്നെയായിരിക്കും, അതായത് നോ കളർ ചേഞ്ച്. ഓക്കെ, അടുത്ത നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അത് ആസിഡാണോ ആൽക്കലി ആണോ? ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ കിട്ടുന്ന കളറ് ലൈറ്റ് യെല്ലോ, അതാണ് ലൈറ്റ് യെല്ലോ കളർ. ഇനി ഫിനോഫ്തലിന് ഒഴിക്കുമ്പോൾ പിങ്ക്. നമുക്കറിയാം മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനോഫ്തലിന് ഒഴിക്കുമ്പോൾ പിങ്ക് കളർ കിട്ടുന്നു. ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ നോ കളർ ചേഞ്ച്, അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്താൽ ബ്ലൂ തന്നെയായിരിക്കും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ അത് ബ്ലൂ ആയി മാറുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി മാറുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ അകത്ത് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ ലൈറ്റ് യെല്ലോ കളർ, ഫിനോഫ്തലിന് ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ, ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിൽ നോ കളർ ചേഞ്ച്, റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ബ്ലൂ കളർ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ടേബിൾ എന്ന് പറയുന്നത്. അടുത്തത് ആസിഡ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരു ആസിഡ് ഉണ്ട്, അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബോക്സിൽ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക്ക് ടു ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നമ്മുടെ ആമാശയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആമാശയം. സം പേഴ്സൺസ് മേ ഹാവ് എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ദിസ് ആസിഡ് ഇൻ ദെയർ ബോഡി. ചില ആൾക്കാർക്ക് ഇത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, റിസൾട്ടിങ് ഇൻ എ കണ്ടീഷൻ കോൾഡ് അസിഡിറ്റി. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ആസിഡിറ്റി എന്ന് പറയും. അബ്ഡോമിനൽ പെയിൻ, ഹേർട്ട് ബേൺ, നൗസിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ആർ ദ സിംറ്റംസ് ഓഫ് ആസിഡിറ്റി. അസിഡിറ്റിയുടെ സിംറ്റംസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അബ്ഡോമിനൽ പെയിൻ, വയറിൽ വേദന, പിന്നെ ഹേർട്ട് ബേൺ, പുളിച്ചു തികട്ടൽ എന്ന് പറയും, പിന്നെ നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി, ഓർക്കാനം, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ആസ് എ റെമഡി ഫോർ ദിസ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ്റെ ഒരു റെമഡി ആയിട്ട്, പരിഹാരമായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് മെഡിസിൻസ്, ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസിനെ മെഡിസിൻസിനെ പറയുന്ന പേരാണ് ആൻറ്റാസിഡ്സ്. എന്താണ്? ആൻറ്റാസിഡ്സ്. ആൻറ്റാസിഡ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് തരുന്നത്. ദാറ്റ് ക്യാൻ ന്യൂട്രലൈസ് ആസിഡ്. ഇത് ആസിഡിനെ എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ചെയ്യുന്നു. ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ന്യൂട്രലൈസ് ചെയ്യുന്ന വെച്ചാൽ നിർവീര്യമാക്കുന്നു. അപ്പോൾ ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസ് ആയിരിക്കും നമുക്ക് ആൻറ്റാസിഡായിട്ട് തരുന്നത്. അപ്പോൾ ആൻറ്റാസിഡ് കുടിക്കുമ്പോൾ ആസിഡിനെ അത് എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നു. ഇനി ആസിഡ്സ് ആൻഡ് മെറ്റൽസ്, ആസിഡും പിന്നെ ലോഹങ്ങളും, മെറ്റൽസ്. അപ്പോൾ ആ പോർഷൻ നമുക്ക് നാളെ പഠിക്കാം കേട്ടോ.